അതാണ് പാർവതി തിരുവോത്തിന്റെ തുറന്നുപറച്ചിലുകൾ. ഇതുവരെ ഒരു അറസ്റ്റും ഉണ്ടായിട്ടില്ലെങ്കിലും ഹേമ കമ്മിറ്റി മൂവ്മെന്റ് കൃത്യമായ ദിശയിലാണെന്നും പാർവതി തിരുവോത്ത് പറയുന്നു. 4.5 വർഷം റിപ്പോർട്ട് പുറത്തു വരാതിരുന്ന സമയത്തുണ്ടായിരുന്ന നിരാശാബോധം ഇപ്പോഴില്ലെന്നും പാർവതി പറഞ്ഞു. സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നം ലൈംഗിക ചൂഷണം മാത്രമല്ല, ഹേമ കമ്മിറ്റി നിർദ്ദേശ നയരൂപീകരണത്തിൽ പ്രതീക്ഷയുള്ള ചർച്ചകൾ തുടരുകയാണെന്നും പാർവതി Q18 പറഞ്ഞു. 26 കേസ് രജിസ്റ്റർ ചെയ്തു, പക്ഷേ ഒരു അറസ്റ്റ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഹേമ കമ്മിറ്റി മൂവ്മെന്റിന് ശേഷം അല്ലെങ്കിൽ ആ മൂവ്മെന്റ് റൈറ്റ് ട്രാക്കിലാണെന്ന് ശരിക്കും കരുതുന്നുണ്ടോ? ഐ തിങ്ക് സോ. ഐ തിങ്ക് ആസ് ലോങ് ആസ് ഇറ്റ്സ് ഓൺ ദ ട്രാക്ക് ഇറ്റ്സ് ദ റൈറ്റ് ട്രാക്ക്. മനസ്സിലായില്ലേ? അതായത് എനിക്ക് ട്രാക്കിലല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. ഒരു 4.5 വർഷം ഇത് ഒരു പൊടിയും പിടിച്ചൊരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ദാറ്റ് വാസ് ദ വേഴ്സ്റ്റ് ടൈം. ബിക്കോസ് ഇതിനകത്തുള്ള ഒരുപാട് ആസ്പെക്ട്സ്, സെക്ഷൽ ഹറാസ്മെന്റ് മാത്രമല്ല, ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ വർക്കേഴ്സ് റൈറ്റ്സ് എന്ന് പറയുന്ന അവേഴ്സ്, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തിൻ്റെ ഇതും അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ്, കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ്റെ ഇല്ലായ്മ, എന്താ പറയുക, സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ ഇഷ്യൂസ്, ഇതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് നിരവധി ആൾക്കാരുടെ ഒരു ഡേറ്റ പോയിന്റ് മിസ്സിംഗ് ആയിരുന്നു, ഒരു ഡേറ്റ സെറ്റ് മിസ്സിംഗ് ആയിരുന്നു. അതിനനുസരിച്ച് നമുക്ക് പോളിസി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞത് തെറ്റായ ട്രാക്കിലേക്ക് പോകുമെന്ന് ഞാൻ വിചാരിച്ചത് മാധ്യമങ്ങളിൽ ഇതിലുള്ള സെക്ഷൽ ഹാരസ്മെന്റ് എന്നുള്ള ആസ്പെക്ട് മാത്രം ഡിസ്കസ് ചെയ്യുമ്പോഴാണ് എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ടോക്ക് അബൌട്ട്. അതൊരു ചെറിയ കാര്യമല്ല. പക്ഷെ ദി അതർ തിങ് ഇസ് വാട്ട് മേക്സ് ദ ഹോൾ പിക്ചർ. ഈ എക്സ്പ്ലോയിറ്റേഷൻ ഒരു വൺ പ്രോങ്ഡ് അറ്റാക്ക് അല്ല. ഇത് എല്ലാ വശത്തിൽ നിന്നും കൂടെ വരുമ്പോഴാണ് ഒരു അബ്യൂസ് പോസിബിൾ ആവുന്നത്. കോൺട്രാക്റ്റ് ഇല്ല, സേഫ് സ്പേസ് ഇല്ല, തുണി മാറാൻ ഇടമില്ല, സാനിറ്റേഷൻ ഇല്ല, പൈസ സമയത്തിന് കൊടുക്കുന്നില്ല, ടാക്സ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ TDS സർട്ടിഫിക്കറ്റ് ഇല്ല, സമയങ്ങൾക്കൊരു ക്യാപ്പ് ഇല്ല, ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയില്ല, എംപ്ലോയി റിലേഷൻഷിപ്പ് എന്താണെന്നുള്ള ഡെഫിനേഷൻ ഇല്ല, ഒരു വർക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നില്ല. ഇതൊന്നും ഇല്ലാതെ വരുമ്പം ഇറ്റ്സ് വെരി ഈസി ഫോർ എനിവൺ ടു അബ്യൂസ് എനിവൺ. പാർവതി തിരുവോത്തിന് ഹേമ കമ്മിറ്റിയിൽ ഇനിയും പ്രതീക്ഷയുണ്ട്. അത് ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു ആദ്യ വിവാദങ്ങൾക്ക് ശേഷവും എന്നാണ് പാർവതി പറഞ്ഞു വെക്കുന്നത്. ഒപ്പം അമ്മ സംഘടന ഇനിയും ശരിയായ മാറ്റത്തിന് തയ്യാറായില്ലെങ്കിൽ അതും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെടുമെന്ന് പാർവതി പറയുന്നു. ഇതുവരെ അമ്മയും അതിലെ ഭാരവാഹികളും നേതൃത്വവും സ്വീകരിച്ച നിലപാടുകൾ എന്താണെന്ന് ജനത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. ആരുടെയും കണ്ണിൽ ഇനി പൊടിയിടാൻ പറ്റില്ല. ന്യൂസ് 18 Q18 അഭിമുഖത്തിലായിരുന്നു പാർവതിയുടെ ഈ വിമർശനങ്ങൾ. കേൾക്കാം. യെസ്, ഈ തരത്തിലാണ് പാർവതി പറയുന്നത്. ഭാഗ്യലക്ഷ്മി നമുക്കൊപ്പം ചേരുകയാണ്, സിനിമാ പ്രവർത്തക. ശ്രീമതി ഭാഗ്യലക്ഷ്മി, പാർവതി പറഞ്ഞ കാര്യങ്ങൾ മുമ്പ് നമ്മൾ ഒരുവട്ടം ചർച്ച ചെയ്തു പോയതാണ്. കാരണം എന്തുകൊണ്ട് അതിജീവിതകൾക്ക് നീതി കിട്ടുന്നില്ല, ആരും പുറത്തേക്ക് വരുന്നില്ല എന്നതാണ്. പക്ഷേ പാർവതി പറയുന്ന മറ്റു ചില കാര്യം കൂടിയുണ്ട്. ഒന്ന്, ഈ ലൈംഗിക ചൂഷണം മാത്രമല്ല ഈ മേഖലയിൽ നടക്കുന്നത്, മറ്റ് നിരവധി നീതി ലഭിക്കാത്ത വിഷയങ്ങൾ നിരവധിയുണ്ട്. അതുകൂടി അഡ്രസ്സ് ചെയ്യപ്പെടണമെന്ന കാര്യം കൂടി.